ശരി, ഞാനൊന്ന് പറയാം. അസ്ലം കൂടി എന്നോട്. അസ്ലം, ഈ PV അൻവർ എപ്പിസോഡ് ഉണ്ടല്ലോ, അത് ഇനി അങ്ങോട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്? അതിനകത്ത് തന്നെ അനുഭാവത്തിന്റെ സ്വരമൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. സോ അൻവറിനെ സഹകരിപ്പിക്കുക എന്നതിലേക്ക് എത്തുമോ കോൺഗ്രസ്, UDF? ഈ തെരഞ്ഞെടുപ്പ് PV അൻവർ നേടുന്ന വോട്ടുകൾ വളരെ നിർണായകമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. 20,000-ഓളം വോട്ടുകൾ LDF-ഉം UDF-ഉം അവഗണിച്ച് ഒഴിവാക്കി നിർത്തിയിട്ട് പോലും 20,000-ഓളം വോട്ടുകൾ ഒറ്റയ്ക്ക് നിന്ന് നേടിയ PV അൻവറിനോട് എന്തായാലും UDF-ന്റെ നേതൃത്വം, അത് കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും തന്നെയും, അദ്ദേഹം ഒരു ചെറിയൊരു മീനല്ല, ചെറിയൊരു കക്ഷിയല്ല, പരിഗണിക്കേണ്ട ആളാണെന്ന രീതിയിലേക്ക് അവിടെ നിലപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ 10,000-ൽ താഴെ വോട്ടിലേക്ക് അദ്ദേഹം എത്തിയിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല UDF നേതൃത്വം കണക്കാക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഇത്രയും സംവിധാനങ്ങളുള്ള LDF-നും UDF-നും എതിരെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്രയും വോട്ട് നേടാൻ കഴിഞ്ഞു. രണ്ട്, സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തെ ആളിക്കത്തിക്കാൻ PV അൻവർ എന്ന് പറയുന്ന നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നിലമ്പൂരിൽ ഒരുപക്ഷെ ഇപ്പോൾ വളരെ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും അത് മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടൊക്കെ കൃത്യമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ ഒരു തരംഗം ഉണ്ടാക്കുന്നതിൽ PV അൻവർ ഒരു ഫാക്ടറായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾക്കും മുസ്ലിം നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾക്ക്, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുറച്ചുകൂടി സോഫ്റ്റായി എല്ലാവരും സംസാരിച്ചത്. അടച്ചു വെച്ചു എന്ന് പറയുന്ന വാതിലിനെ കുറിച്ച് വീണ്ടും തുറക്കാനുള്ള സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ട്. അതേസമയം ഇതിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് നിർണായകം തന്നെയായിരിക്കും. VD സതീശനെതിരെ വ്യക്തിപരമായി തന്നെ ആക്രമണം നടത്തിക്കൊണ്ടാണ് PV അൻവർ UDF-ആയിട്ടുള്ള ഉടക്ക്. PD സതീശനുള്ള UDF-ലേക്കില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം മാറിയുന്നത്. ഇന്ന് അദ്ദേഹം വാക്കുകൾ മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഏത് രീതിയിലായിരിക്കും UDF യോഗത്തിൽ ഈ വിഷയത്തിൽ VD സതീശൻ അടക്കമുള്ള ആൾക്കാർ നിലപാടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ പോലും വെല്ലുവിളിച്ചാണ് PV അൻവർ പോയത്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ചർച്ചകൾ കടുപ്പിക്കുമോ, അതോ ഈ ഒരു 20,000 വോട്ട് നിലമ്പൂരിലെ മണ്ഡലത്തിലെ വോട്ട് എന്നതിനപ്പുറത്തേക്ക് സർക്കാരിനെതിരായ, പിണറായി സർക്കാരിനെതിരായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ജനങ്ങളെ ആ അർത്ഥത്തിൽ ആകർഷിക്കാനും ആ അർത്ഥത്തിൽ കൺവിൻസ് ചെയ്യിപ്പിക്കാനും. ഇന്നിപ്പോ നോക്കൂ, ഈ പിണറായി സത്തെ തോൽപ്പിക്കാനും സതീശനെ തോൽപ്പിക്കാൻ പോലുള്ള വാക്കുകൾ ഇന്നില്ല. സതീശന്റെ കീഴിൽ ഞാനില്ല എന്നതുപോലെയുള്ള കടും വാക്കുകളൊന്നും ഇന്നില്ല. ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ. പിണറായി സത്തെ, മരുമോനിസത്തെ തോൽപ്പിക്കാൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹം കോൺഗ്രസിലേക്കുള്ള വാതിൽ തുറക്കൂ എന്ന് പറയാതെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് പോയിന്റിന് സാധ്യത ഉണ്ടെന്നാണോ ഇരുവർക്കുമിടയിൽ? തീർച്ചയായും മീറ്റിംഗ് പോയിന്റ് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് PV അൻവറിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെയും ലീഗ് നേതാക്കളുടെയും എല്ലാം വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇക്കാര്യത്തിൽ VD സതീശൻ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളായ ഒരു സമീപനം സ്വീകരിക്കൂ എന്നുകൂടി അറിയേണ്ടതുണ്ട്. കാരണം ഏതോ അർത്ഥത്തിൽ അവർക്ക് മാറ്റി നിർത്താൻ പറയാൻ പറ്റുന്ന സാങ്കേതികമായ വാദങ്ങൾ ഉണ്ട്. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി എതിർത്തതും മാത്രമല്ല, പ്രതിപക്ഷ നേതൃനിരയെ മൊത്തത്തിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുൾപ്പെടെ ഘടകങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതേസമയം ഒരു പോരാട്ടത്തിലേക്ക്, പ്രത്യേകിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും PV അൻവറിനുള്ള വാതിലുകൾ ഇപ്പോൾ അടച്ചുവെച്ച വാതിൽ തന്നെ തുറക്കുന്നൊരു സാഹചര്യമുണ്ട് എന്ന് പറയേണ്ടി വരും. ഇനി വരുന്ന ദിവസങ്ങളിൽ നേതാക്കളുടെ ചർച്ചകൾ, അവരുടെ നിലപാടുകൾ ഇക്കാര്യത്തിൽ പ്രസക്തമായിരിക്കും. എന്തായാലും മാറ്റി നിർത്താൻ കഴിയാത്ത, അവഗണിക്കാൻ കഴിയുന്ന ഒരു നേതാവായി PV അൻവർ തെളിയിച്ചിരിക്കുന്നു ഈ 20,000 വോട്ടുകളിലൂടെ. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, PV അൻവർ കൃത്യമായി വർക്ക് ചെയ്ത വഴിക്കട ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലാണ് കൃത്യമായ വോട്ട് ചോർച്ച UDF-നുണ്ടായിരിക്കുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അദ്ദേഹം ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത, PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത സ്ഥലങ്ങളിലാണ് UDF-ന് കൂടുതൽ വോട്ടുകൾ നേടി LDF-നേക്കാൾ മുന്നിൽ വരാൻ കഴിഞ്ഞതെന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് ആ PV അൻവർ ഫാക്ടർ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയും UDF-നും പരിക്കേറ്റിട്ടുണ്ട്. UDF-ന്റെ ഈ വോട്ടുകൾ ചോർത്താനുള്ള കഴിവ് അദ്ദേഹം വ്യക്തമായി പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫാക്ടറിനെ കൃത്യമായി തന്നെ UDF നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഇനിയുള്ള നീക്കങ്ങൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കും. നമ്മൾ നോക്കേണ്ട കാര്യം, വഴിക്കടവാണെങ്കിലും കർലായി ആണെങ്കിലും പോത്തുകല്ലാണെങ്കിലും അദ്ദേഹം വോട്ടുകൾ നേടിയ സ്ഥലങ്ങളൊക്കെ തന്നെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം എന്ന് പറയുന്നത് ഇനി വരുന്ന നിയമസഭാ ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതും ഒരു നിർണായക ഘടകമായി മാറും. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നിർണായക ഘടകമായി മാറും. അതുകൊണ്ട് അതൊക്കെ തന്നെ പരിഗണിക്കും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതൃത്വം എന്നാണ് UDF നേതൃത്വം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എവിടെ നിന്നാണോ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങിയത്, PV അൻവറിൽ തുടങ്ങിയെങ്കിൽ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും PV അൻവറിൽ തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. ശരി, താങ്ക് യു.